Calamari Fry എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. Calamari എന്ന് വെച്ചാൽ സ്ക്വിഡ് അല്ലെങ്കിൽ കണവ എന്നൊക്കെ നമ്മൾ പറയും, കൂന്തൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് ഈ സ്ക്വിഡ് എങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ എൻ്റെ വേർഷനിലുള്ള ഈ Calamari Fry ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. എടുത്തേക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് എരിവുള്ള ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇടുന്നുണ്ട്, വളരെ കുറച്ച് 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ ചേർത്തു. ഇതിലേക്ക് ലൈം ജ്യൂസ് 1/2 ടീസ്പൂൺ നാരങ്ങ നീര്. കൂടാതെ നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെയിം ഓയിൽ വെച്ച് മാരിനേഷനകത്ത് ഒഴിക്കണം. ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം സ്ക്വിഡാണ്. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇടാം. എപ്പോഴും ഈ അരപ്പ് തന്നെയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ നന്നായിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. സ്ക്വിഡ് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ്, റിങ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തേച്ച് സ്ക്വിഡിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിനിമം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ മാറ്റി വെക്കുക, കവർ ചെയ്ത് മാറ്റി വെക്കുക. അടുത്തായിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്താണ് നമ്മൾ ഫ്രൈ ചെയ്ത്. അതിന് വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഉപ്പ് ആവശ്യത്തിനിടാം. ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ എടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. വെള്ളം എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്യുക. ഒത്തിരി ആയോ പാടില്ല. ഒത്തിരി ആയിന് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഡിൽ കോട്ടിങ് നിൽക്കത്തില്ല. ഒത്തിരി തിക്കാണെങ്കിൽ നല്ല മുരുമുരാന്ന് കിട്ടത്തുമില്ല. അപ്പം അതുകൊണ്ട് നല്ല ഒരു അയവിൽ വേണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്യും. ഞാനിപ്പോൾ ഫുൾ വെള്ളം ഒഴിച്ചിട്ടില്ല, 1 കപ്പ് ഫുൾ ഒഴിച്ചിട്ടില്ല, കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. ഈ ഒരു അയവില എടുത്തേക്കുന്നത്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് എടുക്കാനായിട്ടുണ്ട്. അര കപ്പ് മൈദ, അരയോ 1/4 കപ്പൊക്കെ മതിയാവും. ജസ്റ്റ് നമ്മൾ ആ സ്ക്വിഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസ് ഞാനിവിടെ ഉപയോഗിക്കുന്ന പാൻകോ ബ്രെഡ് ക്രംസ് ആണ്. ഇത് ജാപ്പനീസ് ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ കിട്ടും, അല്ലെങ്കിൽ കടകളിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടാറുണ്ട്. ഇതിന് പകരം സാധാരണ റൊട്ടിപ്പൊടി ഉപയോഗിച്ചാലും മതി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ക്വിഡ് ആദ്യം നമുക്ക് മൈദയിൽ കോട്ട് ചെയ്യണം. ഇതേപോലെ സ്ക്വിഡ് ഓരോന്നും
മൈദയിലൊന്ന് കോട്ട് ചെയ്യുക. കുറേ പീസസ് ഒരുമിച്ചും ചെയ്യാം. കോട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇടാം. വേറൊരു ഫോർക്ക് യൂസ് ചെയ്ത് ഡിപ്പ് ചെയ്യുക. ഇത് ഡ്രെയിൻ ചെയ്ത ശേഷം പാൻകോ ക്രംസിലേക്ക് ഇടുക. നമുക്ക് ഇതേപോലെ കിട്ടും, റിങ്സ് ആയിട്ട് കിട്ടും. ഇത് ഓരോന്നും ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇതേപോലെ ഓരോ പീസും എടുത്ത് ഇതേപോലെ കോട്ട് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഫുൾ സ്ക്വിഡ് കോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ സ്ക്വിഡ് നമുക്ക് പലതരത്തിൽ ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യാം, അതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വട്ടത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതേപോലെ മൊത്തം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വിഡ് എല്ലാം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. സ്ക്വിഡ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഒത്തിരി ഹൈ ഹീറ്റ് ആണെങ്കിൽ മേലെ പെട്ടെന്ന് ബ്രൗൺ ആകും, കുക്ക് ആവാണ്ട് വരും. ലോ ഹീറ്റ് ആണെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. ഒരു മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സ്ക്വിഡ് റബ്ബർ പോലെ ആവും. അപ്പോൾ നല്ല പരുവത്തിന് വേണം കുക്ക് ചെയ്യാനായിട്ട്, മീഡിയം ഹീറ്റിൽ. എണ്ണ ചൂടായി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിയാൽ കണ്ട നല്ലൊരു കോട്ടിങ് ആയിട്ടുണ്ട്. ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ബ്രൗൺ ആയി കഴിയുമ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള സ്ക്വിഡ് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ബാച്ചുമായി. കാലമാരി ഫ്രൈ, സ്ക്വിഡ് ഫ്രൈ എല്ലാം നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ പറയാം നല്ല മൊരിഞ്ഞായിരിക്കുന്നത്, നല്ലൊരു ടെക്സ്ചറാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ക്വിഡ് എല്ലാം. കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇപ്പോൾ സ്ക്വിഡ് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പുറം നല്ല ക്രിസ്പും കഴിക്കുമ്പോൾ ഒട്ടും ചൂവി അല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്ക്വിഡ് ഫ്രൈ ചെയ്തേക്കുന്നത്. എപ്പോഴും സ്ക്വിഡ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഓവറായിട്ട് കുക്ക് ചെയ്യില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വിഡ് റബ്ബർ പോലെ ആവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു പാർട്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഡിന്നറിന് മുമ്പായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.